പക്ഷെ ഏറ്റവും ഒടുവിൽ അൻവർ പറഞ്ഞവസാനിപ്പിച്ച ഒന്നുണ്ട്. അൻവർ പിന്തുണച്ചാലും UDFിൻ്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ വളരെ ഇൻറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് അവർ തീരുമാനം ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി നിലമ്പൂരിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബൂത്ത് തലത്തിൽ വളരെ ചിട്ടയോടുകൂടി അവസാനത്തെ വോട്ടറെയും കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. അൻവർ പറഞ്ഞത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുന്ന ഘട്ടത്തിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും 99 സീറ്റിലേക്ക് എത്തും. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോഴും മുന്നണി വിജയം എന്നേ പറയാൻ കഴിയുന്നുള്ളൂ. സ്ഥാനാർത്ഥിയില്ലാതെ മുന്നണിക്ക് വിജയിക്കാൻ കഴിയില്ല എന്നതാണ് മറുചേരിയിൽ നിന്നുള്ള ചോദ്യം. അല്ല, അതിനകത്ത് വളരെ നിസ്സാരമാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു ഇപ്പോൾ ദിവസങ്ങളായി. ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങളുണ്ട്. അതിനകത്തുള്ള എല്ലാ നിലയ്ക്കുള്ള ചർച്ചകളും പരിശോധനകളും പൂർത്തീകരിച്ചതിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യരായ അവിടെ വിജയം, ഏറ്റവും കരുത്തുറ്റ വിജയം ഉറപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമം അനുശാസിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ പ്രകാരം 2-ാം തീയതിക്ക് മുന്നോടിയായി നോമിനേഷൻ കൊടുക്കണം, സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. 2-ാം തീയതിക്ക് അപ്പുറം ഒരു സ്ഥാനാർത്ഥിക്ക് വരാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചു, നാളെ 30-ാം തീയതിയോടുകൂടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്ന നിലയുണ്ടാകും എന്നുള്ളത്. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടാകും. ഏറ്റവും കരുത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വതന്ത്രനിലേക്ക് പോകുന്നുവെന്നാണ് ഡോക്ടർ ഷീനാസ് ബാബു. അതേപ്പറ്റിയുള്ള കെ മുരളീധരൻ്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. തൃക്കാക്കരയിലും ഇതുപോലെ മിടുക്കനായ ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി ഇപ്പോൾ അടുത്ത ഡോക്ടറെ തിരയുകയാണ്, അയാളെയും വഴിയാധാരമാക്കും. അതുകൊണ്ട് IMAയോടുള്ള അഭ്യർത്ഥന, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു നിവേദനം പാസ്സാക്കണം, CPM ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഡോക്ടർമാരെ അനാഥരാക്കരുത് എന്ന്. അല്ല, രാഷ്ട്രീയം പറയുന്നതിനുള്ള ശേഷി കേരളത്തിലെ കോൺഗ്രസിനെ നഷ്ടപ്പെട്ടിട്ട് കാലം കുറച്ചായി. സ്വാഭാവികമായും രാഷ്ട്രീയം പറയാനില്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരിഹാസ വചനങ്ങളുമായി ഇക്കൂട്ടർ ഇറങ്ങുക. അവരവരുടെ പരിഹാസവും മറ്റു കാര്യങ്ങളും തുടർന്നു കൊള്ളട്ടെ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ സംവാദം നടത്തിക്കൊണ്ടാണ്. ആ നിലയിൽ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിനോടകം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. നാളെ ചേരുന്ന ഈ പറഞ്ഞ ഉത്തരവാദിത്വപ്പെട്ട സംഘടനാ ഘടകങ്ങൾ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് തീരുമാനിക്കും. അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും. ശരി.